ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ദേശീയ പാർട്ടി എന്ന അംഗീകാരം നിലനിർത്തണമെങ്കിൽ CPM-ന് നിശ്ചിത ശതമാനം വോട്ടും സീറ്റും കിട്ടിയേ തീരൂ. ആ വോട്ടും സീറ്റും കിട്ടുമോ എന്ന് പാർട്ടിക്ക് ഉറപ്പില്ല. അങ്ങനെ വന്നാൽ CPM-ന് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് CPM കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ AK ബാലൻ KSFE ജീവനക്കാരുടെ യോഗത്തിൽ വെച്ച് പറഞ്ഞത്, ഇനി നമുക്ക് ആവശ്യത്തിന് വോട്ട് കിട്ടിയില്ലെങ്കിൽ, നമ്മുടെ സ്ഥാനാർത്ഥികൾ പരമാവധി പേർ ജയിച്ചില്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം ഈനാമ്പേച്ചിയും എലിപ്പെട്ടിയുമൊക്കെ ആവും പാർട്ടിയുടെ ചിഹ്നങ്ങളെന്ന്. ആ ഒരു ദുർഗതിയിലേക്ക് നയിക്കാതിരിക്കാനുള്ള അവസാന ഘട്ട ശ്രമങ്ങളാണ് CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1964-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPI-യും CPIM-ഉം ആവുന്നത്. പിളരുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളിലും CPI-ക്ക് മേധാവിത്വം ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ CPM-നാണ് കൂടുതൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. കേരളം, ബംഗാൾ, ത്രിപുര എന്നിവിടങ്ങളിലാണ് CPM അധികാരത്തിലിരുന്നത്. ഇത് ഒറ്റയ്ക്ക് മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുമാണ്. പശ്ചിമ ബംഗാളിൽ 1977 മുതൽ 34 വർഷം ദീർഘകാലം CPM ഭരിച്ചു. ത്രിപുരയിലും ദീർഘകാലം CPM ഭരിച്ചു. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പാർട്ടി പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞു. അതേസമയത്ത് കേരളത്തിൽ ഒന്നിടവിട്ട സമയത്താണ് പാർട്ടി ഭരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 തവണയായി CPM തുടർച്ചയായിട്ട് കേരളത്തിൽ CPM-നെ മുന്നണി ഭരിക്കുകയാണ്. ദേശീയ പാർട്ടി എന്ന നിലയിൽ CPM-ന് ഏറ്റവും പ്രഭാവമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ CPM-ന് ഏറ്റവും അധികം ലോക്സഭാ അംഗങ്ങൾ ഉണ്ടായിരുന്നത് 2004-ലാണ്. 5 വർഷത്തെ BJP ഭരണത്തിന് ശേഷം, വാജ്പേയി ഭരണത്തിന് ശേഷം 2004-ൽ കോൺഗ്രസും സഖ്യകക്ഷികളും വീണ്ടും അധികാരത്തിൽ കയറിയ അവസരമായിരുന്നു അത്. 2004-ൽ UPA സർക്കാർ, ഒന്നാം UPA സർക്കാർ, ആ ഒന്നാം UPA സർക്കാരിനെ പിന്തുണച്ചിരുന്നതായിരുന്നു CPM. അന്ന് 43 അംഗങ്ങളാണ് CPM-നുണ്ടായിരുന്നത്. 2009-ലെ തെരഞ്ഞെടുപ്പിൽ, അതായത് രണ്ടാം UPA സർക്കാർ വരുമ്പോഴേക്ക് CPM കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. അപ്പോഴേക്കും CPM-ൻ്റെ എണ്ണം 16 കുറഞ്ഞു. 2014-ൽ അത് 9 കുറഞ്ഞു. 2019-ൽ അത് 3 കുറഞ്ഞു. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ 543 അംഗ പാർലമെൻറ്റിൽ 3 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 തമിഴ്നാട്ടിൽ നിന്ന് DMK-യുടെ സഹായത്തിൽ ജയിച്ചതായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരേ ഒരാൾ ആണ് ജയിച്ചത്. CPI-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അവർക്ക് തിരിച്ചു പിടിക്കണം. CPM-നെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു വേവലാതിയിലാണ് പാർട്ടി നേതൃത്വം. ഇതിന് എന്താണ് വേണ്ടത്? 2 തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത്. ഒന്നുകിൽ ലോക്സഭയിൽ 3 സംസ്ഥാനത്തിൽ നിന്നായിട്ട് 11 അംഗങ്ങൾ വേണം, അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ 6% കൂടുതൽ വോട്ട് വേണം. ഇതും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. കാരണം കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് 1 സീറ്റാണ് ജയിച്ചത്. ഇനി അത് വർദ്ധിപ്പിച്ച് 4, 5 ഒക്കെ ആക്കാൻ പറ്റും. പക്ഷേ CPM-ന് അത് 8 സീറ്റിൽ ജയിക്കുകയും തമിഴ്നാട്ടിൽ DMK-യുടെ സഹായത്താൽ മത്സരിക്കുന്ന 2 സീറ്റുകളിൽ ആ 2 സീറ്റുകളും ജയിക്കുകയും മൂന്നാമതൊരു സംസ്ഥാനത്ത് നിന്ന് 1 സീറ്റ് കൂടി ജയിക്കുകയും വേണം. പശ്ചിമ ബംഗാളിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി മുർഷിദാബാദിൽ അബ്ദുൽ സലീം മത്സരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിജയസാധ്യത ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ൻ്റെ ദേശീയ പാർട്ടി പദവി ഇപ്പോഴും തുലാസിലാണ് തൂങ്ങുന്നത്. കേരളത്തിൽ എന്ത് തന്നെ അത്ഭുതം സംഭവിച്ച് 8 സീറ്റ് നേടിയാലും, തമിഴ്നാട്ടിൽ 2 സീറ്റ് നേടിയാലും, മൂന്നാമത്തെ സംസ്ഥാനത്തിൽ നിന്നുള്ള ഏക സീറ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് CPM-ൻ്റെ വെല്ലുവിളി. അതേപോലെ തന്നെയാണ് ഇനി ശതമാനത്തിൻ്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ CPM-ന് ത്രിപുരയിൽ നിന്ന് ഒരു പക്ഷേ 6% വോട്ട് കിട്ടുമായിരിക്കാം. കേരളത്തിൽ നിന്നും 6% വോട്ട് കിട്ടും. ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും ഈ 2 സീറ്റിൽ മത്സരിക്കുന്നതുകൊണ്ട് 6% വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 4ാമത്തെ സംസ്ഥാനം, 6% സീറ്റ് കിട്ടുന്ന വോട്ട് കിട്ടുന്ന 4ാമത്തെ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് CPM-ന് മുന്നിലുള്ള വെല്ലുവിളി. ഒരു കാലഘട്ടത്തിൽ CPM-ൻ്റെ റോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത റോളായിരുന്നു CPM ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മുന്നണികൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന സമയത്താണ്. അതായത് വിശ്വനാഥ പ്രതാപ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് പുറത്തു നിന്ന് CPM-ഉം ചേർന്ന ഇടതുപക്ഷവും മറുവശത്ത് BJP-യും പുറത്തു നിന്ന് അവരെ സഹായിക്കുകയായിരുന്നു. അതായത് ഒരു ഭാഗത്ത് ഇടതുപക്ഷം, മറുഭാഗത്ത് BJP. അവരുടെ സഹായത്താലാണ് കേന്ദ്രത്തിൽ VP സിംഗ് മന്ത്രിസഭ അധികാരത്തിലേറിയിരുന്നത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെ ഏകോപനത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകൃഷ്ൺ സിംഗ് സുർജിത്ത് അതിശക്തമായ ഇടപെടലുകളാണ് നടത്തിയിരുന്നത്. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ അത്രയും സ്വാധീനമുള്ള നേതാവായിരുന്നു ഹർകൃഷ്ൺ സിംഗ് സുർജിത്ത്. കാരണം പ്രതിപക്ഷ പാർട്ടികളെ ഏകോപിപ്പിക്കുന്നതിൽ ഒരു CPM-ൻ്റെ റോള് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു റോളായിരുന്നു CPM-ന് ഉണ്ടായിരുന്നത്. പക്ഷേ കാലക്രമേണ
അതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ തീരുമാനിച്ചിരുന്നു. അതായത് പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വം ജ്യോതി ബാസു ഏറ്റെടുക്കണം, ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കി ഒരു പ്രതിപക്ഷ മുന്നണി അധികാരത്തിലേറാനുള്ള ഒരു അവസരം CPM-ന് മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ CPM നേതാക്കളായ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള യുവനിരകൾ, അന്നത്തെ താരതമ്യേന ഒന്നാം നിരയിലല്ലാത്ത രണ്ടാം നിര നേതൃത്വം ഈ ഒരു CPM പൊളിറ്റ് ബ്യൂറോ ഈ ഒരു തീരുമാനത്തെ അംഗീകരിച്ചെങ്കിൽ പോലും യുവ നേതാക്കൾ ഉൾപ്പെടുന്ന CPM-ലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ആ കേന്ദ്ര കമ്മിറ്റി ഈ ഒരു നിർദ്ദേശത്തെ തള്ളുകയായിരുന്നു ചെയ്തത്. ഇതിനെ ഹിമാലയൻ മംഗത്വം എന്നാണ് പിന്നീട് പല CPM നേതാക്കളും വിശേഷിപ്പിച്ചത്. അതായത് ജ്യോതി ബാസുവിന് പ്രധാനമന്ത്രിയാവാൻ കഴിയുമായിരുന്നു എന്നർത്ഥം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം സ്വാധീനിച്ചിരുന്നൊരു പാർട്ടി, പ്രധാനമന്ത്രി പദത്തിൽ വരെ സ്വീകരിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലഭിച്ചിരുന്ന പാർട്ടി, നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്ന പാർട്ടി ഇന്ന് ഒരു ദേശീയ പാർട്ടിയാകാൻ വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർ വലിയൊരു പാർട്ടിയാണ്, വലിയൊരു സാമ്പത്തിക ശക്തിയാണ്, കേരളത്തിലെ ഭരണത്തിലെ നിർണായക ശക്തിയാണ്, കേരളത്തിലെ ഭരണത്തിലെ എല്ലാ രംഗങ്ങളിലും CPM പിടിമുറുക്കിയിരിക്കുകയാണ്. സമ്പത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ CPM-ൻ്റെ ശക്തി ശോഷിച്ച് വരുന്നൊരു സ്ഥിതിയാണ് കാണാവുന്നത്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തൊഴിലാളി മേഖലയിലും മറ്റ് മേഖലകളിലൊക്കെ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്വാധീനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ CPM-ന് ലഭിച്ചിരിക്കുന്ന സീറ്റുകൾ തന്നെ പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 സീറ്റ് DMK-യുടെ ഔദാര്യത്തിലാണ്. അപ്പോൾ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പ് ഭരണകൂടം തന്നെ നടത്തണമെന്നൊരു നിർദ്ദേശം, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കണമെന്ന നിർദ്ദേശം BJP നേതാവായ LK അഡ്വാനി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ എപ്പോഴും തെരഞ്ഞെടുപ്പിനകത്ത് കള്ളപ്പണത്തിൻ്റെ ഇടപാടുകളുണ്ടാവും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബോണ്ട് എന്നൊരു സംവിധാനം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്. ആ ബോണ്ടിനെ പോലും എതിർത്തിരുന്ന CPM പക്ഷേ ബോണ്ട് വാങ്ങിയിരുന്ന DMK-യിൽ നിന്ന് 10 കോടി രൂപ വാങ്ങി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അപ്പോൾ ഇങ്ങനെ ഒരു ദേശീയ തലത്തിലൊരു പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ധാർമ്മികമായും ആ പാർട്ടിക്ക് ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ വോട്ടിൻ്റെ എണ്ണത്തിലും ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ധാർമ്മികമായൊരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ CPM-ന് ദേശീയ പാർട്ടി എന്ന അംഗീകാരമില്ലെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചലനാത്മകമായ ഒരു പരിപാടികളും നടക്കുന്നില്ല. കേരളത്തിൽ അധികാരത്തിൻ്റെ ബലത്തിൽ കുറേ അഴിമതി നടത്തുന്നു എന്നല്ലാതെ CPM-ന് നിർണായകമായ യാതൊരു പങ്കുമില്ല. അങ്ങനെയുള്ളൊരു CPM അവസാന ഘട്ടത്തിൽ അവരൊരു ജീവൻ മരണ പോരാട്ടത്തിലാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ ഇലക്ഷൻ ഒരു ഭാഗത്ത് BJP 400 സീറ്റ് ലക്ഷ്യം വെക്കുന്നു, ഒറ്റ പാർട്ടി എന്നതിൽ 370 സീറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നു. മറുഭാഗത്ത് കോൺഗ്രസ് എങ്ങനെയെങ്കിലും അധികാരത്തിലേറാൻ ശ്രമിക്കുന്നു. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടിയുള്ള മിനിമം വോട്ട് നേടാൻ വേണ്ടിയുള്ള മിനിമം ലോക്സഭാ സീറ്റ് നേടാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ്. അപ്പോഴും അവർക്ക് നിശ്ചയമില്ല 4ാമത്തെ സംസ്ഥാനം എവിടെ നിന്നാണ്. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരമുണ്ടെങ്കിലേ ദേശീയ പാർട്ടിയാകാൻ പറ്റൂ, അല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 11 ലോക്സഭാ സീറ്റ് കിട്ടിയാലേ അവർക്ക് ദേശീയ പാർട്ടിയാകാൻ പറ്റൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും കിട്ടിയാലും 3ാമത്തെ സംസ്ഥാനം എവിടെ, അല്ലെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും സംസ്ഥാന പാർട്ടി അംഗീകാരം കിട്ടിയാലും സംസ്ഥാന പാർട്ടി അംഗീകാരം കിട്ടുന്ന 4ാമത്തെ സംസ്ഥാനം എവിടെ, അങ്ങനെയുള്ളൊരു വളരെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് CPM നേരിടുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എത്ര പെർഫോം ചെയ്താൽ പോലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 4ാമതൊരു സംസ്ഥാനത്ത് അവർ ജയിച്ചു വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് CPM വളരെ ഒരു അസ്തിത്വ പ്രതിസന്ധിയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ്.com സബ്സ്ക്രൈബ് ചെയ്യുക.